ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ. റവയും പൊട്ടാറ്റോയും വെച്ചിട്ടാണ് ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം പോയി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായി ഞാൻ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വറുത്ത റവയായാലും കുഴപ്പമില്ല. ഈ റവയിലോട്ട് ഞാൻ 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ തൈരും റവയും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സമയമുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതിലോട്ട് വേണ്ട മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം 2 ഉരുളൻകിഴങ്ങ് വേവിച്ചുടച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 സവാള, ഒരു ചെറിയ പീസ് ഇഞ്ചി, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, മല്ലിയില ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതുപോലെ 1/2 ടീസ്പൂൺ നല്ല ജീരകം ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്നാക്ക് ഫ്രൈ ചെയ്യാനായി ഷേപ്പ് ചെയ്തെടുക്കാം. ഒരു ബോൾ എടുത്ത് ഞാനത് ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് ഞാനത് തയ്യാറാക്കുന്നത്. അതിനായി ഓരോ ബോൾ എടുത്ത് ഞാനിതുപോലെ ഒന്ന് പരത്തി ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിൽ ഒന്ന് പുരട്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം നനച്ചിട്ട് ചെയ്താൽ മതി. ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ടതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു വശം നന്നായി മൊരിഞ്ഞ് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അത് മറിച്ചിട്ട് കൊടുത്ത് മറുവശവും നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത്. ഇതിപ്പോൾ ഇവിടെ നമ്മുടെ സ്നാക്കെല്ലാം 2 ഭാഗവും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം എണ്ണയിൽ നിന്നെടുത്ത് മാറ്റാം. അങ്ങനെ റവയും ഉരുളൻകിഴങ്ങും വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. ഇപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ റവ ഇരിപ്പുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ബൈ.